യേശുക്രിസ്തു പഠിപ്പിച്ച ഏകനായ ദൈവം, മോശ പഠിപ്പിച്ച ഏകനായ ദൈവം എന്ന കോൺസെപ്റ്റ് ഒരാൾക്ക് മനസ്സിലായാൽ ഇത് തന്നെയല്ലേ പരിശുദ്ധ ഖുർആനിലും പറയുന്നത്, ഇത് തന്നെയല്ലേ അള്ളാഹുവും പറയുന്നത് എന്ന ഒരു ചിന്ത ഉണ്ടാവുകയും ആ ഒരു കാരണത്താൽ ഇസ്ലാമിന്റെ തുടക്കകാലം തൊട്ട് ധാരാളം ക്രൈസ്തവർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്യും. ഇതിന് തടയിടുക എന്ന ഒരു ലക്ഷ്യത്തിൽ കളവ് പ്രചരിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൈസ്തവർ നടത്തുന്ന ഈ ദുർബലമായ ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് തെളിവുകളുടെ ഒരു കൂമ്പാരം തന്നെ ഞങ്ങൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി യഹൂദ റബ്ബായി ആയിട്ടുള്ള ടോബിയ സിംഗർ, അദ്ദേഹം ഔട്ട്റീച്ച് ജൂദായിസത്തിന്റെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. അദ്ദേഹത്തിനോട് ഒരു ചോദ്യം വരികയാണ്. അദ്ദേഹത്തിനോടുള്ള ചോദ്യം, യഹൂദ വിശ്വാസപ്രകാരം ക്രിസ്തു മതത്തിന്റെയും ഇസ്ലാമിനെയും എങ്ങനെ കാണുന്നു, ഏത് നിലയിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: ക്രിസ്തു മതം തൃത്വത്തിൽ വിശ്വസിക്കുക വഴി അവർ ദൈവത്തോടൊപ്പം മനുഷ്യനെയും പങ്കാളിയാക്കും. അത് തോർ പ്രകാരം വലിയ തെറ്റാണ്. എന്നാൽ ഇസ്ലാം തികഞ്ഞ ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതിൽ ഒരു തരത്തിലുമുള്ള അന്യ ദൈവാരാധന ഇല്ല. എന്നാൽ ചില ക്രൈസ്തവർ അല്ലാഹു ചന്ദ്രദൈവമാണെന്നുള്ള നോൺസെൻസുകൾ അവർ പറയുന്നുണ്ട്. അത് ശുദ്ധമായ തെറ്റാണ്. ഇനി ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഭംഗി കാണുന്നതിന് വേണ്ടി പോലും അവന് ആ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല. എന്നാൽ അവന് ആവശ്യമെങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവന് മുസ്ലിം പള്ളികളിൽ, മസ്ജിദുകളിൽ കയറി പ്രാർത്ഥിക്കാം. കാരണം അവിടെ വിഗ്രഹാരാധനയോ അന്യദൈവാരാധനയോ ഒന്നും നടക്കുന്നില്ല. കാരണം അവരും നമ്മളും വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിൽ തന്നെയാണെന്ന് തീവ്ര ഏകദൈവ വിശ്വാസികളായിട്ടുള്ള യഹൂദ പണ്ഡിതനായിട്ടുള്ള റബ്ബായി ടോബിയ സിംഗർ പറഞ്ഞ വീഡിയോ ഞങ്ങൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായി ഞങ്ങൾ അവതരിപ്പിച്ച വീഡിയോ ആസ്ക് ദ റബ്ബി എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിൽ റബ്ബായി കൈ മിൻസിനോട് ഒരു ചോദ്യം, ബ്രിട്ടനിൽ പുതിയൊരു നിയമം, അതായത് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്വന്തം മതത്തിനോടൊപ്പം തന്നെ മറ്റൊരു മതത്തെ കൂടെ തെരഞ്ഞെടുത്ത് പഠിക്കണം. ഈ സന്ദർഭത്തിൽ ബ്രിട്ടനിലുള്ള ഒരു യഹൂദ റബ്ബായി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് പഠിക്കുക. അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് റബ്ബായി കൈ മിൻസിന്റെ അഭിപ്രായം എന്നാണ് ആ വീഡിയോയിലൂടെ ചോദിക്കുന്നത്. ഇതിന് അദ്ദേഹം പറയുന്ന മറുപടി, ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള കാരണം യഹൂദരും മുസ്ലിങ്ങളും ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ക്രിസ്തു മതം അങ്ങനെയല്ല. ക്രിസ്തു മതം തൃത്വത്തിലാണ് വിശ്വസിക്കുന്നത്. അതുവഴി അവർ തെറ്റായ ഒരു വിശ്വാസമാണ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കും അവരും തമ്മിൽ വിശ്വാസപരമായി ഒത്തിരി ഐക്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ആ വീഡിയോയിൽ ഞങ്ങൾ രണ്ടാമതായിട്ട് അവതരിപ്പിച്ചു. എന്ന് മാത്രമല്ല, അള്ളാഹു എന്ന് പറയുന്ന പദം അലാഹ എന്ന് പറയുന്ന അവർ അരമായ ഭാഷയിൽ പറയുന്ന ആ വാക്ക് തന്നെയാണെന്നും അത് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നും അവർ അടിവരയിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. മൂന്നാമത്തെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത് ഒരു യഹൂദ പണ്ഡിതൻ യഹൂദ മതവും ഇസ്ലാമും തമ്മിൽ താരതമ്യം ചെയ്ത് കുറെ പോയിന്റുകൾ പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത് യഹൂദരും മുസ്ലിങ്ങളും ഒരു ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോയിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ചന്ദ്രദൈവത്തെയാണ് എന്ന് ചില ക്രൈസ്തവ മിഷണറികൾ പറയാറുണ്ട്. അത് കംപ്ലീറ്റ് ഫൂളിഷ്നെസ് ആണ്, വിഡ്ഢിത്തരമാണ് എന്ന് അദ്ദേഹം പറയുന്നതും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഇത് മൂന്നെണ്ണം ഞങ്ങൾ അവതരിപ്പിച്ചത് യഹൂദ റബ്ബായിമാരുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ നാലാമത്തെ വീഡിയോ കത്തോലിക്കരുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡു മുസ്ലിംസ് വർഷിപ്പ് ദ സെയിം ഗോഡ് ആസ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. അത് കാത്തലിക് ആൻസേഴ്സ് ലൈവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനൊരു സ്ത്രീ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ സ്ത്രീയോട് ഒരാൾ പറഞ്ഞു, മുസ്ലിങ്ങളും നമ്മളും ആരാധിക്കുന്നത് ഒരു ദൈവത്തെയാണ് എന്ന്. അപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിനോട് മറുപടി ആയിക്കൊണ്ട് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. ഈ വിഷയത്തിൽ എന്താണ് ശരിയായ നിലപാട് എന്ന് ഈ പ്രോഗ്രാമിൽ ഈ സ്ത്രീ ചോദിക്കുകയാണ്. ഇതിന് മറുപടി ആയിക്കൊണ്ട് മുസ്ലിങ്ങളും പ്രപഞ്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കുന്നത്, അതേപോലെ അവർ അബ്രഹാമിന്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. എന്നാൽ അവർ യഹൂദന്മാരെ പോലെ തൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചാൽ ദൈവവിശ്വാസം ഒന്നാണ്, എന്നാൽ യഹൂദരെ പോലെ തന്നെ അവർ തൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല. ഇത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ആ പ്രോഗ്രാമിൽ പറയുന്നത് കാണാം. ഈ വീഡിയോകളെല്ലാം തന്നെ ഞങ്ങൾ സബ് ടൈറ്റിലോടുകൂടി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അഞ്ചാമതായി കൊണ്ട് ഡോക്ടർ മാരിയ ജോസഫിന് മറുപടി എന്ന പേരിൽ, കാരണം അദ്ദേഹം അള്ളാഹു ലാത്തയാണ്, ഹുബലാണ്, ചന്ദ്രദൈവമാണ്, ബാലാണ് എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾ നിന്നുകൊണ്ട് ലാത്തയോടുള്ള സമീപനം എങ്ങനെയാണ് എന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചു. ഹുബലിനെ സംബന്ധിച്ച് 4 ഹദീസുകളിലൂടെ എന്നാണ് ഹുബലിന്റെ വിഗ്രഹം അവിടെ വന്നതെന്നും ഇസ്ലാമിക അധ്യാപന പ്രകാരം ഹുബലിനെ അവിടെ കൊണ്ട് വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ അംർ ഇബ്നു ലുഹൈ ഉൾപ്പെടെ നരകത്തിലാണ് എന്നുള്ള ഇസ്ലാമിക അധ്യാപനവും വളരെ കൃത്യമായിട്ട് നമ്മൾ കാണിക്കുകയുണ്ടായി. അള്ളാഹു ചന്ദ്രദൈവമാണ് എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ
ചന്ദ്രനെ ആരാധിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ചു. അതേപോലെ തന്നെ ലൂണാർ കലണ്ടർ മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് ചന്ദ്രദൈവത്തോടുള്ള ആരാധനയുടെ ഭാഗമാണ് എന്ന് ഫാദർ മാരിയോ പറഞ്ഞപ്പോൾ അതിന് കൃത്യമായി ബൈബിളിൽ തന്നെ ആ അർത്ഥത്തിൽ കലണ്ടറായിട്ട് അല്ലെങ്കിൽ മാസങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടി ചന്ദ്രനെ ഉപയോഗിക്കുന്നതിന്റെ തെളിവ് നമ്മൾ കൊടുത്തു. അതേപോലെ തന്നെ ചന്ദ്രക്കല മുസ്ലിങ്ങളുടെ ഫ്ലാഗിൽ അല്ലെങ്കിൽ കൊടികളിൽ അല്ലെങ്കിൽ പള്ളികളിൽ മിനാരങ്ങളിലൊക്കെ വന്നത് അത് ഇതിന്റെ ചന്ദ്രദൈവ ആരാധനയുടെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ ചരിത്രപരമായി കൊണ്ട് പ്രവാചകന്റെ കാലത്തോ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിലോ ഉമയ്യ ഭരണകാലത്തോ ഒന്നും തന്നെ ചന്ദ്രക്കല ഇല്ലായിരുന്നു എന്നുള്ള വ്യക്തമായ തെളിവുകൾ നമ്മൾ നൽകി. മാത്രമല്ല അദ്ദേഹം ബൈബിളിൽ പറയുന്ന ബാലാണ് ഒരുപക്ഷെ അള്ളാഹു എന്ന് അദ്ദേഹം അങ്ങനെ ഒരു വാദം അദ്ദേഹം വെച്ചപ്പോൾ അറബി ബൈബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാല് വേറെയാണെന്നും അള്ളാഹു വേറെയാണെന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു. എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സഫാത്തിലെ 125-ാം ആയത്തില് ഏലിയ പ്രവാചകന്റെ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അള്ളാഹു താല പറയുന്നുണ്ട്. ഏലിയ പ്രവാചകൻ ആ ജനതയോട് ചോദിച്ചു, നിങ്ങൾ ബാലിനെ ആരാധിക്കുകയും നിങ്ങൾ ഏറ്റവും നല്ല പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ? യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് നിങ്ങളുടെ പൂർവികന്മാരുടെ ദൈവം, അതുകൊണ്ട് നിങ്ങൾ ഈ തെറ്റിൽ നിന്നും വിട്ടുമാറണമെന്ന് സൂറത്ത് സഫാത്ത് 125-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായിട്ട് കാണാവുന്നതാണ്. 6-ാമത് ഞങ്ങളൊരു വീഡിയോ ചെയ്തു. അതിൽ കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്ന വളരെ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ആ സംഭവത്തിന് കാരണക്കാരനായത് അഹത്തുള്ള പാത്രിയർക്കീസ് ആയിരുന്നു. ആ പേരിൽ അള്ളാഹു എന്ന പദമുണ്ട് എന്ന് നമ്മൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ യാക്കോബ സമൂഹവുമായി ബന്ധപ്പെട്ട് യാക്കോബ പാത്രിയർക്കീസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഉള്ള രേഖകളിൽ നിന്നും 1905 മുതൽ 1912 വരെ പാത്രിയർക്കീസ് ആയിട്ട് അഥവാ യാക്കോബ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും തലപ്പത്ത് ഉണ്ടായിരുന്നത് അബ്ദുള്ള രണ്ടാമൻ എന്ന് പറയുന്ന പാത്രിയർക്കീസ് ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മൾ കൊണ്ടുവന്നു. ഇത്രയൊക്കെ തെളിവുകൾ നൽകിയിട്ടും മനസ്സിലാകാത്തവർ വളരെ കാര്യമായ ഉറക്കം നടിക്കുകയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജെയിംസ് വൈറ്റ് നമുക്കറിയുന്നത് പോലെ ക്രൈസ്തവ ലോകത്തെ വളരെ ശക്തനായ ഒരു ഡിബേറ്ററാണ്. അദ്ദേഹം തൃത്വ സംബന്ധമായി ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകവും അദ്ദേഹം എഴുതിയതാണ്, ദ ഫോർഗോട്ടൺ ട്രിനിറ്റി എന്ന് പറയുന്ന ഈ പുസ്തകം. ഇദ്ദേഹം വലിയൊരു ഡിബേറ്ററാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ധാരാളം വീഡിയോസ് കാണാം. ഡയറക്ടർ ഓഫ് ആൽഫ ആൻഡ് ഒമേഗ മിനിസ്ട്രീസ്, a Christian apologetics organization based in Phoenix, Arizona, and is an elder in Phoenix Reformed Baptist Church. അതേപോലെ തന്നെ he is also an adjunct professor with the Golden Gate Baptist Theological Seminary. ഇദ്ദേഹം അള്ളാഹു ചന്ദ്രദൈവമാണ് എന്ന് ചിലർ നടത്തുന്ന ആരോപണത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വാസ്തവത്തിൽ ഞാൻ ഇതുവരെ പരിശോധിച്ചിട്ട് അതിന് യാതൊരു തെളിവും ഞാൻ കണ്ടിട്ടില്ല. ആ രീതിയിൽ നമ്മൾ ഡിബേറ്റിന് പോയാൽ അത് പരാജയപ്പെടുകയല്ലാതെ വേറെ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന് ജെയിംസ് വൈറ്റ് പറയുന്ന വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം. The moon goddess, and it is the same goddess, and that's why they use the crescent moon. Yeah, well, there are Christian apologists who have promoted the idea that Allah is the moon god. I don't find any solid foundation for that. I've heard it debated a number of times, and in my opinion, it's always lost, that particular debate. Muhammad certainly never made any statement along those lines, certainly not in any of the recognized sources. You'd have to really stretch things for that, so there's no reason to go that direction. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്ക് വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത്രയധികം തെളിവുകൾ ഒരിക്കലും അള്ളാഹുവിനെ അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെതിരായി മോശമായ പദങ്ങൾ പറയാൻ പാടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 2 ജ്യേഷ്ഠനിയന്മാർ തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ ഒരു വഴക്കുണ്ടായാൽ ആരെങ്കിലും പിതാവിനെ മോശമായിട്ട് പറയുമോ? ഇല്ലല്ലോ. കാരണം രണ്ടുപേരുടെയും പിതാവ് ഒന്നാണ് എന്ന് പറയുന്നത് പോലെ വേദക്കാരായിട്ടുള്ള ആളുകളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വിഷയത്തിൽ ചർച്ചയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് വിമർശിച്ചാൽ ആ ദൈവം എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്ന അള്ളാഹുവിനെ തന്നെയാണ്. ഇതൊക്കെ തന്നെയും ക്രൈസ്തവ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് ഈ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പോപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചരിത്രങ്ങൾ വളരെ കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ കിടപ്പുണ്ട്. എങ്കിലും ഇപ്പോഴും ചില ആളുകൾ ചില കാര്യലാഭത്തിനു വേണ്ടി ഇപ്പോഴും ആ വാദങ്ങളിൽ കടിച്ചു തൂങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ അറബി ക്രൈസ്തവർ അഥവാ അള്ളാഹുവിനെ കുറിച്ചിട്ട് അവരുടെ ബൈബിളിൽ വായിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനെ കുറിച്ച് പാട്ടുപാടി സ്തുതിഗീതങ്ങൾ പാടി ജീവിച്ച ആ ക്രൈസ്തവർ ഈ ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിച്ചു? അതേപോലെ ഈ ആരോപണം അള്ളാഹു ചന്ദ്രദൈവമാണ് എന്ന് പറയുന്ന ഇവരുടെ ഈ ആരോപണം എന്നാണ് തുടങ്ങിയത്? സ്വാഭാവികമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായിട്ട് പരിശുദ്ധ ഖുർആനുമായിട്ട് അറബികളുടെ ഇടയിലേക്ക് വന്നപ്പോൾ അന്നു മുതൽ ആ എതിർപ്പുണ്ടോ? അതോ തൊട്ടടുത്ത നൂറ്റാണ്ടിൽ ഉണ്ടായോ? അതോ അതിനുശേഷമുള്ള നൂറ്റാണ്ടിലാണോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല.
എന്നാണ് ഈ വിമർശനം ഉണ്ടായത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനെക്കാട്ടിൽ തന്നെ അധപ്പതിച്ച ഒരു നിലയിലാണുള്ളത്. അതിന്റെ ചരിത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു വിമർശനം ആദ്യമായിട്ടുണ്ടാകുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായി കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ പേര് ഹ്യൂഗോ വിംഗ്ലർ എന്നാണ്, 1901. പിന്നീട് ഈ വാദം കുറച്ചു നാളത്തേക്ക് നിശബ്ദമായിട്ടിരുന്നു. പിന്നീട് റോബർട്ട് മോറെ എന്ന് പറയുന്ന ഒരാൾ ദ മൂൺ ഗോഡ് അല്ലാ ഇൻ ആർക്കിയോളജി ഓഫ് ദി മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം 1994 ഇറക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ വാദമാണ് പിന്നീട് ജാക്ക് ചിക്ക് എന്ന് പറയുന്ന ഒരാൾ ഏറ്റെടുക്കുന്നതും, അതേപോലെ പാറ്റ് റോബർട്ട്സൺ എന്ന് പറയുന്ന ആള്, ജാനറ്റ് പാർഷൽ എന്ന് പറയുന്ന ആളുകൾ, അതേപോലെ തന്നെ ക്രൈസ്തവ ലോകത്ത് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായിട്ടുള്ള ജൂലിയസ് വെൽഹ്യൂസിനെ കുറിച്ച് അറിയാമല്ലോ. ഇദ്ദേഹമാണ് ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളായിട്ടുള്ള പഞ്ചഗ്രന്ഥങ്ങൾ. ആ പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതിയതല്ല, പിൽക്കാലത്ത് ധാരാളം ആളുകൾ നൂറ്റാണ്ടുകളോടുകൂടി എഴുതിയതാണ്. ഇത് പ്രധാനമായും 4 സ്രോതസ്സുകളെ ആശ്രയിച്ചാണ് എഴുതിയത് എന്ന് പറയുന്ന JEDP സിദ്ധാന്തം കൊണ്ടുവരുന്ന ആള്. ഈ ജൂലിയസ് വെൽഹ്യൂസനും ഈ വാദത്തിലേക്ക് അദ്ദേഹം വരികയും ഹുബലാണ് അള്ളാഹു എന്നൊരു വാദം ഉയർത്തുകയും ചെയ്തു. അപ്പൊ ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുള്ള ഈ റോബർട്ട് മോറയെ കുറിച്ച് 2 വാക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ റോബർട്ട് മോറെ എന്ന് പറയുന്ന ആള് ഒരു ക്രിസ്ത്യൻ ഫനറ്റിക് ആണ്. അദ്ദേഹം ഒരു വർഗീയവാദിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഫസ്റ്റ് ആദ്യമായി ആസ് എ റോട്ട് ഇൻ മൈ ബുക്ക്, എന്റെ പുസ്തകത്തിൽ എഴുതിയതുപോലെ, ഹൗ ടു വിൻ ദ വാർ അഗൈൻസ്റ്റ് റാഡിക്കൽ ഇസ്ലാം, ഇസ്ലാമിനെതിരായിട്ട് എങ്ങനെ വിജയിക്കാൻ സാധിക്കും. ദ വാർ അഗൈൻസ്റ്റ് ദ മുസ്ലിം ജിഹാദിസ് വിൽ ബി സോ ലോങ് ആൻഡ് കോസ്റ്റ്ലി. അതായത് മുസ്ലിം പോരാളികൾക്കെതിരായിട്ടുള്ള പോരാട്ടം വളരെ ചെലവേറിയതും അതേപോലെ വളരെ നീണ്ടുപോകും. ആൻഡ് വിൽ നോട്ട് ബി വൺ അണ്ടിൽ വി ബോംബ് ദ കഅബ ഇൻ മക്ക. മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധം ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ മുസ്ലിങ്ങളുടെ ദേവാലയമായിട്ടുള്ള കഅബാലയം ബോംബിട്ട് തകർക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് വരെ പറഞ്ഞ ഈ റോബർട്ട് മോറെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എത്രത്തോളം വൈരാഗ്യം മുസ്ലിങ്ങളോട് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റോബർട്ട് മോറെ ഇങ്ങനെ ഒരു വാദം കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, പലസ്തീനിലുള്ള ഹാസോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെയുള്ള ഗവേഷണത്തില് ചില അമ്പലത്തിന്റെ ശേഷിപ്പുകൾ കിട്ടി. ആ ശേഷിപ്പില് സപ്ലിക്കന്റ് അല്ലെങ്കിൽ ഒരു ആരാധിക്കുന്ന ഒരാളുടെ കഴുത്തില് ഒരു ചന്ദ്രന് സമാനമായിട്ടുള്ള ഒരു അടയാളം കണ്ടു. ഇതാണ് തെളിവ്. ഈ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് റോബർട്ട് മോറെ പറയുന്നത് അള്ളാഹു ആണ് ചന്ദ്രദൈവം. അതേപോലെ അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ചന്ദ്രമാസം നോക്കുന്നത്, അവരുടെ മിനാരങ്ങളിലും അവരുടെ ഫ്ലാഗുകളിലും ഒക്കെ ചന്ദ്രനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു എന്നത് ചന്ദ്രദൈവമാണ് എന്ന് ഇദ്ദേഹം വെറുതെ ഒരു വാദം മുന്നോട്ട് ഇടുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് അറബി ക്രൈസ്തവ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കോളേഴ്സ് എന്താണ് അവരുടെ വാദഗതികൾ, അവരിതിന് പറഞ്ഞ മറുപടികൾ എന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ജോസഫ് ലംബാർഡ് എന്ന് പറയുന്ന എ പ്രൊഫസർ ഓഫ് ക്ലാസിക്കൽ ഇസ്ലാം ഹാസ് സ്റ്റേറ്റഡ് ദ ഐഡിയ ഈസ് നോട്ട് ഓൺലി ആൻ ഇൻസൾട്ട് ടു മുസ്ലിംസ് ബട്ട് ഓൾസോ ആൻ ഇൻസൾട്ട് ടു അറബ് ക്രിസ്ത്യൻസ് ഹു യൂസ് ദ നെയിം അല്ലാഹ് ഫോർ ഗോഡ്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു അവഹേളനം മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവത്തിനെ അള്ളാഹു എന്ന് വിളിക്കുന്ന പാരമ്പര്യമായി വരുന്ന അറബ് ക്രൈസ്തവർക്കെതിരായി തന്നെയുള്ള ഒരു ഇൻസൾട്ടാണ്, ഒരു ആക്ഷേപമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെക്കുറിച്ച് ക്രൈസ്തവ ബൈബിൾ പണ്ഡിതനും മിഷൻ സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള റിക് ബ്രൗൺ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. Those who claim that Allah is pagan deity, most notably the moon god, often base their claims on the fact that a symbol of the crescent moon adorns the top of many mosques and is widely used as a symbol of Islam. അതായത് അള്ളാഹുവിനെ ചന്ദ്രദൈവമാണ് എന്ന് വരുത്താൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ പ്രധാന തെളിവായിട്ട് അവർ പറയുന്നത് പള്ളികളുടെ മുകളിൽ കാണുന്ന ചന്ദ്രക്കലയുടെ രൂപമാണ്. It is in fact true that before the coming of Islam, many gods and idols were worshipped in Middle East. മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിന്റെ വരവിന് മുമ്പ് ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യസ്ത ദൈവങ്ങളെ അവർ ആരാധിച്ചിട്ടുണ്ട്. ബട്ട് ദ നെയിം ഓഫ് ദ മൂൺ ഗോഡ് വാസ് സിൻ, നോട്ട് അല്ലാഹ്. അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്, അവിടെ ആരാധിക്കപ്പെട്ടിരുന്ന ചന്ദ്രദൈവത്തിന്റെ പേര് സിൻ എന്നാണ്, അള്ളാഹു എന്ന് ആയിരുന്നില്ല. എന്ന് മാത്രമല്ല, ഇത് അറേബ്യയില് ഇതിന് ഈ ചന്ദ്രദൈവത്തിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അറേബ്യയിൽ അല്ലെങ്കിൽ മക്കയിൽ ഏറ്റവും കൂടുതൽ പ്രബലമായിക്കൊണ്ട് ഈ ബഹുദൈവ വിശ്വാസികൾ ആരാധിച്ചിരുന്നത് ഹുബലിനെയാണ്. എന്നാൽ ഈ ഹുബലാണ് ചന്ദ്രൻ എന്ന് തെളിയിക്കാൻ കഴിയുന്ന യാതൊരു തെളിവുമില്ല. പിന്നെ അദ്ദേഹം ഈ റോബർട്ട് മൊറയൊക്കെ പറയുന്ന ആ തെളിവിലേക്ക് പോവാണ്. ഇറ്റ് സംടൈംസ് ക്ലെയിംഡ് ദാറ്റ് there is a temple to the moon god at Hazor in Palestine. പലസ്തീനിലുള്ള ഹാസോറിൽ ചന്ദ്രദൈവത്തെ ആരാധിക്കുന്ന ഒരു ടെമ്പിൾ കണ്ടെത്തിയിട്ടുണ്ട്. This is based on a representation there of a supplicant wearing a crescent like pendant
അഥവാ അതിന്റെ ശേഷിപ്പായിട്ട് അവർക്ക് കിട്ടിയത് ഒരു സപ്ലിക്കന്റ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു ചന്ദ്രകല പോലത്തെ ഒരു രൂപം അണിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഹൗഎവർ ദാറ്റ് ദ പെൻഡന്റ് സിംബോളൈസസ് എ മൂൺ ഗോഡ്. ആ രൂപം എന്ന് പറയുന്നത് ചന്ദ്ര ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് തെളിയിക്കാനും യാതൊരു തെളിവുമില്ല. ആൻഡ് ഇൻ എനി കേസ് ദിസ് ഈസ് നോട്ട് ആൻ അറബ് റിലീജിയസ് സൈറ്റ് എന്ന് മാത്രമല്ല ഇത് അറബികളുടെ ആരാധന നടക്കുന്ന ഒരു സ്ഥലവുമല്ല, ബട്ട് ആൻ ഏൻഷ്യൻ കാനൈനൈറ്റ് സൈറ്റ്. ഇതൊരു കനാനിയ സ്ഥലമാണ്, which was destroyed by Joshua in about 1250 BC. അഥവാ 1250 BC-യിൽ ജോഷുവ രാജാവ് തകർത്ത് കളഞ്ഞ ഒരു കനാനിയ സ്ഥലത്തിന്റെ ശേഷിപ്പാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. ഇഫ് ദ ഏൻഷ്യന്റ് അറബ്സ് വർഷിപ്പ് ഹൺഡ്രഡ്സ് ഓഫ് ഐഡൽസ്, എന്നാൽ ചിലപ്പോൾ അറബികളായിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ വിഗ്രഹങ്ങളെ ആരാധിച്ചതിന്റെ കൂടെ ചിലപ്പോൾ ഈ സിന്നിനെയും ആരാധിച്ചിരിക്കാം. ഏതുപോലെ എബ്രായ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന സൂര്യനെയും അഥവാ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിച്ചിരുന്നത് പോലെ. But there is no clear evidence that moon worship was prominent among the Arabs. എന്നാൽ അറബികളുടെ ഇടയിൽ ചന്ദ്രനോടുള്ള ആരാധന അവിടെ ഒരു പ്രധാനമായിരുന്നു എന്ന് തെളിയിക്കുന്ന യാതൊരു കാര്യവും അവിടെ ഇല്ല. എന്ന് മാത്രമല്ല that the crescent was used as a symbol of moon god. അതേപോലെ ചന്ദ്രദൈവത്തിന്റെ സിംബൽ ആയിക്കൊണ്ട് ചന്ദ്രകല ഉപയോഗിച്ചതിന്റെ യാതൊരു തെളിവുമില്ല. And Allah was certainly not the moon god's name. എന്ന് മാത്രമല്ല ഉറപ്പായും ചന്ദ്രദേവന്റെ പേര് അള്ളാഹു എന്ന് ആയിരുന്നേ ഇല്ല. റോബർട്ട് മുറയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് റിക് ബ്രൗൺ വളരെ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുന്നുണ്ട്. മൈക്കിൾ അബ്ദുൽ മസീഹ്, അദ്ദേഹം ദ ഡയറക്ടർ ഓഫ് അറബിക് ബൈബിൾ ഔട്ട്റീച്ച്, അദ്ദേഹം ഈ വിഷയം പറയാണ്, ഇറ്റ് ഈസ് ആൻ അൺപ്രൂവൺ തിയറി. ഇത് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെടാത്ത ഒരു വാദമാണ്. സോ ഇറ്റ് മേ വെൽ ബി ഫോൾസ്. ഇത് കളവാകാനാണ് സാധ്യത. ഈവൻ ഇഫ് ടേൺ ഔട്ട്സ് ടു ബി ട്രൂ, ഇനിയിപ്പോൾ അത് സത്യമാണെന്ന് വിചാരിക്കാം, ഇറ്റ് വാസ് ലിറ്റിൽ ബിയറിംഗ് ഓൺ ദ മുസ്ലിം ഫെയ്ത്ത് സിൻസ് മുസ്ലിംസ് ഡു നോട്ട് വർഷിപ്പ് എ മൂൺ ഗോഡ്. ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല, കാരണം മുസ്ലിങ്ങൾ ഒരിക്കലും ചന്ദ്രനെ അവർ ആരാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല അവരുടെ അധ്യാപനത്തിൽ അത് വലിയ ഗുരുതരമായ തെറ്റായിട്ടാണ് അവർ അതിനെ മനസ്സിലാക്കുന്നത്. If we use the moon god theory to discredit Islam, we discredit the Christian Arabic speaking churches and missions throughout the Middle East. എന്ന് മാത്രമല്ല നിങ്ങൾ ഈ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിനെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇത് മുസ്ലിങ്ങൾക്കല്ല ആക്ഷേപം, അതിനെക്കാട്ടിലുപരി അവിടെയുള്ള അറബ് ക്രൈസ്തവർക്കാണ് ഇതിനെക്കുറിച്ച് ആക്ഷേപം ഉണ്ടാകുകയെന്ന് ഈ മൈക്കിൾ അബ്ദുൽ മസീഹ് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഇനി ഇതുപോലെ ചില ലിറ്ററേച്ചർ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അറബ് ക്രൈസ്തവ ലോകത്ത് പ്രവർത്തിക്കുന്ന വളരെ കാര്യപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ കമന്റുകളാണ്. അവർ ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈസ് അല്ലാ ഗോഡ്, അങ്ങനെ ഒരു ലേഖനം എഴുതിയത് സ്കോട്ട് ബ്രിഡ്ജർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് PhD ഉള്ള ആളാണ്. സൗത്ത് ഈസ്റ്റേൺ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിൽ നിന്നും. ഈസ് അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് ആൻഡ് വേൾഡ് റിലീജിയൻസ് അറ്റ് ക്രിസ്വെൽ കോളേജ് ഇൻ ടെക്സാസ് ആൻഡ് ആൻ അഡ്ജംക്ട് പ്രൊഫസർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് അറ്റ് വേരിയസ് സെമിനാരീസ്. ധാരാളം സെമിനാരികൾ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ആളാണ്. ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഹി ഈസ് ഫ്ലുവന്റ് ഇൻ ബോത്ത് അറബിക് ആൻഡ് മോഡേൺ ഹിബ്രു. അദ്ദേഹം അറബി ഭാഷയിലും മോഡേൺ ഹിബ്രുവിലും വളരെ ഫ്ലുവന്റ് ആണ്. ആൻഡ് ഹാസ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈഫ, ഇസ്രയേൽ. ഇസ്രയേലിൽ നിന്നും ഇസ്ലാമിക് സ്റ്റഡീസിൽ അദ്ദേഹത്തിന് മാസ്റ്റർ ഡിഗ്രി ഉള്ള വ്യക്തിയാണ്. അതേപോലെ അറബി ഭാഷയിലും. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഇങ്ങനെ നടത്തുന്ന വിമർശനത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, ബോത്ത് ബിലീവ് ഇൻ വൺ ഗോഡ്, അഥവാ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ആൻഡ് ബോത്ത് യൂസ് ദ സെയിം വേർഡ് ടു റിഫർ ടു ഗോഡ്. എന്ന് മാത്രമല്ല ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇരു കൂട്ടരും ഉപയോഗിക്കുന്ന പദവും ഒന്ന് തന്നെയാണ്. However, Christians affirm Trinitarian monotheism while Muslims advocate Unitarian monotheism. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, ക്രൈസ്തവർ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ചർച്ച, നമ്മുടെ എനർജി, നമ്മുടെ ഊർജം ചെലവഴിക്കേണ്ടത് ഈ മേഖലയിലാണ്, അല്ലാതെ മൂൺ ഗോഡ് തിയറിയുമായിട്ട് നടക്കരുത് എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇവരെ വാൺ ചെയ്യുന്നു. മറ്റൊരു ലേഖനം ജെസി എസ് വീലറിന്റെയാണ്. അവർ എന്ന് പറയുന്നത് പ്രൊജക്ട്സ് മാനേജർ ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ്. മിഡിൽ ഈസ്റ്റിൽ അഥവാ ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ മിഷണറി പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ് ഈസ് അല്ലാ ഗോഡ്. ഇതിനകത്ത് അദ്ദേഹം വളരെ ശക്തമായിട്ട് അദ്ദേഹം 5 വാദങ്ങൾ കൊണ്ടുവന്നിട്ട് അള്ളാഹു എന്ന് പറയുന്നത് ക്രൈസ്തവരും വിശ്വസിക്കുന്ന ദൈവം തന്നെയാണ്, ആ ദൈവത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് എന്ന് സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നു, therefore as a committed follower of Christ, യേശുവിന്റെ തികഞ്ഞ ഒരു അനുയായി എന്ന നിലയിൽ 5 reasons I am convinced Allah is in fact God. അള്ളാഹു എന്നത് ദൈവമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉള്ള ഉറപ്പ്, എനിക്ക് ബോധ്യം വന്നതിന്റെ 5 കാരണങ്ങൾ ഞാൻ നിരത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവർ 5 കാരണങ്ങൾ പറയുകയാണ്. ഒന്നായിട്ട് അവർ പറയുന്നു, Allah is God for no other reason than the simple fact that Allah has been the Arabic word for God for centuries.
Millions of Arabic-speaking monotheists living throughout the Middle East, Africa, and America worship Allah. They have worshipped Him for centuries, Muslim, Christian, and Jew. To denigrate Allah is to denigrate the object of faith of millions, including millions of our own Christian brothers and sisters in faith. അവർ പറയുന്നത് നമ്മൾ പണ്ട് മുതലേ മില്യൺസ് ഓഫ് അറബിക് ക്രിസ്ത്യൻസ് അവർ അള്ളാഹുവിനെ തന്നെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യങ്ങളെല്ലാവരും അവർ ആ ഭാഷയിലാണ് ഉപയോഗിക്കുന്നത്. മുസ്ലിങ്ങളും ക്രൈസ്തവരും യഹൂദരും അള്ളാഹു എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവര് ഈ വിഷയത്തിൽ അവർ കൺവിൻസ്ഡ് ആയതിന്റെ ഒന്നാമത്തെ റീസണായിട്ട് അവർ ഇത് പറഞ്ഞു. എന്ന് മാത്രമല്ല അവരൊരു കോട്ട് ചെയ്യാണ്, പ്ലീസ് നെവർ സ്പീക്ക് അഗൈൻസ്റ്റ് ദ ഗ്ലോറിയസ് നെയിം ഓഫ് അല്ലാഹ്. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ നാമത്തിനെതിരായിട്ട് നിങ്ങൾ ഒന്നും പറയരുത്. എ നെയിം ദാറ്റ് ഹാസ് ബീൻ ലൗഡ് ആൻഡ് റിവേർഡ് ബൈ മില്യൺസ് ഓഫ് ഗോഡ് ചിൽഡ്രൻ ഡൗൺ ത്രൂ ദ സെഞ്ചുറീസ്. അതായത് ആ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ധാരാളം ദൈവമക്കളുണ്ട്. അവർ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നവരാണ്. ആ ദൈവത്തിനെതിരായിട്ട് ആ അള്ളാഹുവിനെതിരായിട്ട് നിങ്ങൾ ഒന്നും പറയരുത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ജെസി എസ് വീലർ പറയുന്നത്, ഇറ്റ് ഈസ് ഓഫൻ ക്ലെയിംഡ് ദാറ്റ് Allah originated within pre-Islamic Arabian paganism was exported throughout the Middle East and North Africa via the Arab conquest. അള്ളാഹു എന്ന് പറയുന്നത് മുമ്പ് ഒരു പാഗൻ ദൈവം, പ്രാകൃത ദൈവമായിരുന്നു അല്ലെങ്കിൽ അന്യദൈവമായിരുന്നു. എന്നാൽ പിന്നീട് ഇത് മിഡിൽ ഈസ്റ്റിലേക്കും ആഫ്രിക്കയിലേക്കും ഈ അറബികളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭരണത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്നതാണ്. ആൻഡ് വാസ് സബ്സിക്വന്റ്ലി അഡോപ്റ്റഡ് ബൈ അറബിക് സ്പീക്കിംഗ് ക്രിസ്ത്യൻസ് ആൻഡ് ജൂസ്. അങ്ങനെ അത് പതുക്കെ ക്രൈസ്തവരിലേക്കും യഹൂദന്മാരിലേക്കും വന്നതാണ് എന്ന ഒരു ക്ലെയിം, ഒരു ആരോപണമുണ്ട്. ഹൗഎവർ historical and etymological evidence rather compelling point us in the opposite direction. എന്നാൽ വസ്തുതകൾ ചരിത്രപരമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇതിന്റെ നേരെ എതിർ ദിശയിലാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. മറ്റൊരു ലേഖനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് തോമസ് ഷിർമാക്കർ എന്ന് പറയുന്ന ആള് എഴുതിയ ലേഖനമാണ്. ഈസ് ഇറ്റ് അപ്രോപ്രിയേറ്റ് ദാറ്റ് അറബ് ക്രിസ്ത്യൻസ് കോൾ ഗോഡ് അല്ലാഹ്? അറബി ക്രൈസ്തവർ ദൈവത്തിനെ അള്ളാഹു എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ലേഖനം. ഇദ്ദേഹത്തിന് തിയോളജിയിലെ ഡോക്ടറേറ്റ്സ്, അദ്ദേഹത്തിന് നെതർലാൻഡ്സിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടറേറ്റ്സ് ഉള്ള ആളാണ്. ഇദ്ദേഹം മാർട്ടിൻ ബൂസർ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹം 74ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് 14ഓളം ഭാഷകളിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയ പണ്ഡിതൻ അദ്ദേഹം ഈ പുസ്തകം എഴുതാനുള്ള, ഈ പുസ്തകത്തിലൂടെ എന്താണ് സമർത്ഥിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു വാചകം മാത്രം ഞാൻ ഉദ്ധരിക്കുകയാണ്. ഐ വാണ്ട് ടു പ്രസന്റ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ്സ് against this opinion. ഈ ഒരു വാദത്തിനെതിരായിട്ടാണ് ഞാൻ ഈ ആർഗ്യുമെന്റ്സ് വെക്കുന്നത്. ഏത് വാദത്തിനാ? അള്ളാഹുവിനെ കുറിച്ചിട്ട് മോശമായി പറയുന്ന ആ ആരോപണങ്ങൾ. അദ്ദേഹം പറയാണ്, ആൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ദ വ്യൂ ദാറ്റ് അല്ലാഹ് ഇസ് ദി ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് നാച്ചുറൽ ഡെസിഗ്നേഷൻ ഫോർ ബിബ്ലിക്കൽ ഗോഡ്. അദ്ദേഹം സമർത്ഥിക്കുന്നത് അള്ളാഹു എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ബൈബിളിൽ പറയപ്പെടുന്ന ദൈവത്തിനെ കൃത്യമായി അറബി ഭാഷയിൽ സൂചിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. മറ്റൊരു ലേഖനം കെന്നത്ത് ജെ തോമസിന്റെയാണ്. അദ്ദേഹത്തിന് തലക്കെട്ടായിട്ട് കൊടുത്തത് അല്ലാഹ് ഇൻ ട്രാൻസ്ലേഷൻ ഓഫ് ദി ബൈബിൾ. ബൈബിളിൽ അള്ളാഹു എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ ന്യായങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം യുണൈറ്റഡ് ബൈബിൾ സൊസൈറ്റീസ് ട്രാൻസ്ലേഷൻ കൺസൾട്ടന്റ് ആണ്, ബേസ്ഡ് ഇൻ ന്യൂയോർക്ക്. അഥവാ ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന്റെ കൺസൾട്ടന്റ് ആണ്, ഔദ്യോഗിക വക്താവാണ്. അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ധാരാളം ചില ആളുകൾ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നു, സിഗ്നിഫിക്കന്റ്ലി ദിസ് ഒബ്ജക്ഷൻ ഡസ് നോട്ട് കം ഫ്രം ട്രഡീഷണൽ അറബ് ക്രിസ്ത്യൻസ് മോസ്റ്റ് ഓഫ് ഹൂം ലീവ് ഇൻ ഇസ്ലാമിക് ഹേർട്ട്ലാൻഡ്. എന്നാൽ ഇങ്ങനെ ഒരു ആരോപണം അറബ് സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു ക്രൈസ്തവരിൽ നിന്നും, അറബ് ക്രൈസ്തവരിൽ നിന്നും ഉണ്ടായിട്ടേ ഇല്ല. കാരണം ഇതൊക്കെ ഉണ്ടാകുന്നതൊക്കെ അമേരിക്കൻ സുവിശേഷകരുടെ ഭാഗത്തു നിന്നാണ് കൂടുതലും. അതേപോലെ തന്നെ അദ്ദേഹം ഒരാളെ പരിചയപ്പെടുത്തുന്നു. വൺ പേഴ്സൺ ഹു ഹാസ് റിട്ടൺ എ ബുക്ക് ആർഗ്യൂയിങ് അഗൈൻസ്റ്റ് ദ യൂസ് ഓഫ് അല്ലാഹ് ബൈ ക്രിസ്ത്യൻസ് ഈസ് എ നൈജീരിയൻ G.J.O. മോഷെ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ആരോപണം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അറബ് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ അറബ് ക്രൈസ്തവരുടെ ഭാഗത്തു നിന്ന് ആരും ഇങ്ങനത്തെ ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ ലേഖനത്തിൽ തോമസ് മൈക്കിൾ SJ in official letter from Vatican Secretariat for Non-Christians dated October 25, 1984, 1984 വത്തിക്കാൻ സെക്രട്ടറിയേറ്റിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അവിടുത്തെ ഒഫീഷ്യലായിട്ട് വന്ന ഒരു ലെറ്റർ തോമസ് മൈക്കിളിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഫോർ 14 centuries അറബിക് സ്പീക്കിംഗ് ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ആൻഡ് ജൂസ് ഹാവ് കോൾഡ് ഗോഡ് അല്ലാഹ്. 14 നൂറ്റാണ്ടായിട്ട് അറബി സംസാരിക്കുന്ന ക്രൈസ്തവരും മുസ്ലിങ്ങളും യഹൂദരുമെല്ലാം ദൈവത്തിനെ അള്ളാഹു എന്ന് വിളിക്കുന്നു. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഇറ്റ് ഈസ് ദ ഫേം കൺവിക്ഷൻ ഓഫ് ക്രിസ്ത്യൻസ് ടുഡേ ആൻഡ് ഹാസ് ബീൻ ത്രൂ ദ സെഞ്ചുറീസ്.
ക്രൈസ്തവർക്ക്, ഇന്നുള്ള ക്രൈസ്തവർക്കും നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ക്രൈസ്തവർക്കും എല്ലാം തന്നെ ഉറപ്പായ കാര്യമാണ് that the God of Muslims and the Christians is one. മുസ്ലിങ്ങളുടെ ദൈവവും ക്രൈസ്തവരുടെ ദൈവവും ഒന്ന് തന്നെയാണ്. And hence we must oppose any attempts to give the impression that we worship different gods by use of different names for the one and the same God. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെതിരായിട്ട് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ആരോപണങ്ങളെ നമ്മൾ ഏറ്റവും ശക്തമായ ഭാഷയിൽ എതിർക്കണമെന്ന് വത്തിക്കാനിൽ നിന്ന് അഥവാ പോപ്പിന്റെ അടുത്ത് നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള എഴുത്തിൽ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഈ ലേഖനത്തിൽ തന്നെ ഫുവാദ് ഏലിയാസ് അഖാദ് എന്ന് പറയുന്ന ഒരാളെ ഉദ്ധരിക്കുന്നുണ്ട്. ഇദ്ദേഹം എന്ന് പറയുന്നത് ദ ഫോർമൽ ജനറൽ സെക്രട്ടറി ഓഫ് ദി ബൈബിൾ സൊസൈറ്റി ഓഫ് ലെബനോൺ. ലെബനോനിലുള്ള ബൈബിൾ സൊസൈറ്റിയുടെ നേരത്തെ ജനറൽ സെക്രട്ടറി ആണ് ആൻഡ് ഫാദർ ഓഫ് ദി പ്രസന്റ് ജനറൽ സെക്രട്ടറി. ഇപ്പോഴുള്ള ജനറൽ സെക്രട്ടറിയുടെ പിതാവുമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹമായിരുന്നു കുറെ നാൾ ജനറൽ സെക്രട്ടറി, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, For more than 500 years before Muhammad, the vast majority of Jews and Christians in Arabia called God by the name Allah. 500 വർഷം, പ്രവാചകൻ 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ജീവിച്ചിരുന്ന യഹൂദരും ക്രൈസ്തവരും അവർ അള്ളാഹു എന്ന് തന്നെയാണ് ദൈവത്തിനെ വിളിച്ചിരുന്നത്. How then we can say that Allah is an invalid name for God? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിനെ അള്ളാഹു എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുക? And what about the 10 to 12 million Arab Christians today? അങ്ങനെയാണെങ്കിൽ 10-12 മില്യൺസ് വരുന്ന അറബ് ക്രിസ്ത്യൻസിന്റെ അവസ്ഥ എന്താണ്? They have been calling God Allah in their Bibles. അള്ളാഹു എന്ന് തന്നെയാണ് അവരുടെ ബൈബിളിൽ അവർ വായിക്കുന്നത്. അവരുടെ പദ്യങ്ങളിലെ പോയംസ്, റൈറ്റിംഗ്സ് ആൻഡ് വർഷിപ്പ് ഫോർ ഓവർ 19 centuries. 19 നൂറ്റാണ്ടുകളോളമായിട്ട് അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വാട്ട് ആൻ ഇൻസൾട്ട് ടു ദം വെൻ വി ടെൽ ദം നോട്ട് ടു യൂസ് ദ വേർഡ് അല്ലാഹ്. നമ്മൾ അള്ളാഹ് എന്ന പദം അവരോട് ഉപയോഗിക്കരുത് എന്ന് ഈ 20-ാം നൂറ്റാണ്ടിൽ ചില ക്രിസ്ത്യൻ ഫാനറ്റിക്സ് പറഞ്ഞു എന്നതിന്റെ പേരിൽ അവരോട് പറഞ്ഞാൽ എത്രത്തോളം വലിയൊരു ഇൻസൾട്ടാണ്. കാരണം അവർ 19 നൂറ്റാണ്ടായിട്ട് അവർ ഈ രീതിയിൽ തന്നെ, അഥവാ ഇസ്ലാം എന്ന് ഇവർ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് തന്നെ, പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഈ രീതിയിലാണ് ആരാധിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള വാദഗതികൾ അവരെ ഇൻസൾട്ട് ചെയ്യലാണ് എന്ന് വളരെ ഈ ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിക് ബ്രൗൺ, റിക് ബ്രൗൺ ഈസ് എ ബൈബിൾ സ്കോളർ ആൻഡ് മിഷൻ സ്ട്രാറ്റജിസ്റ്റ്. അദ്ദേഹത്തിന്റെ 2 ലേഖനങ്ങൾ, ഒന്ന് ഹു ഈസ് അല്ലാഹ് എന്ന് പറയുന്ന ലേഖനം, ഹു വാസ് അല്ലാഹ് ബിഫോർ ഇസ്ലാം എന്ന് പറയുന്ന ലേഖനം. അതിനകത്തെല്ലാം തന്നെ അദ്ദേഹം സമർത്ഥിക്കുന്നത്, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റോബർട്ട് മോറയൊക്കെ കൊണ്ടുവന്ന ആ വാദഗതികളുടെ പൊള്ളത്തരം അദ്ദേഹം തുറന്നു കാണിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സച്ച് ക്ലെയിംസ്, ഇതുപോലെ അള്ളാഹു ചന്ദ്രദൈവമാണെന്നുള്ള ആരോപണം കൊണ്ടുവന്ന ആളുകൾ ഹാവ് ഈവൻ ബീൻ മെയ്ഡ് ബൈ സ്കോളേഴ്സ് ഹു ആർ റെപ്യൂട്ടബിൾ ഇൻ ദെയർ ഓൺ ഫീൽഡ്സ്. ഈ ജൂലിയസ് വെൽഗൂസൻ നമുക്കറിയാമല്ലോ, അത് അദ്ദേഹം ഈ രേഖാ സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്ന പണ്ഡിതനാണ്. അവർ അവരുടെ മേഖലയിൽ പണ്ഡിതന്മാരാണെങ്കിലും but who are poorly acquainted with the Arabic language and Middle Eastern history. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അറബി ഭാഷയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ളവരുടെ ചരിത്രത്തെക്കുറിച്ചോ അറിവില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ മേഖലയിൽ അബദ്ധം പറ്റിയത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഈ ക്രസന്റിനെ കുറിച്ച് പറയുകയാണ്, സോ ദ ക്രസന്റ് സിംബൽ ഹാസ് നോട്ട് ബീൻ പാസ്ഡ് ഡൗൺ ടു ഇസ്ലാം ഫ്രം എ സപ്പോസ്ഡ് ഏൻഷ്യന്റ് അറേബ്യൻ മൂൺ റിലീജിയൻ. സങ്കല്പിക്കപ്പെടുന്ന ഒരു ചന്ദ്രദൈവ സംസ്കാരത്തിന്റെ ഭാഗമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നതല്ല ഈ ചന്ദ്രകല, ബട്ട് ഈസ് എ സിംബൽ ഇമ്പോസ്ഡ് ബൈ ദി ഓട്ടോമാൻ ടർക്സ് ഫോർ പൊളിറ്റിക്കൽ റീസൺ. അതേപോലെ അദ്ദേഹം പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ചർച്ചുകളുടെ ഈ ആർക്കിയോളജി ഖനനം ചെയ്ത സമയത്ത് ധാരാളം അവിടെ ഉള്ള ശവകുടീരങ്ങൾക്ക് അബ്ദുള്ള എന്ന് തുടങ്ങിയ പേരുകൾ, അഥവാ അള്ളാഹു എന്ന പദം വരുന്ന പേരുകളുള്ള ധാരാളം ക്രൈസ്തവരുടെ ശവകുടീരങ്ങൾ കണ്ടെത്തി എന്നുള്ള രേഖകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ ഉമ്മുൽ ജിമൽ ജോർദാനിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ അദ്ദേഹം പറയുന്നു, ഈവൻ ടുഡേ, ഇപ്പോഴും അല്ലാഹ് ഈസ് ദ അറബിക് നെയിം ഫോർ ഗോഡ് ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. യഹൂദരും ക്രൈസ്തവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അള്ളാഹു എന്ന പദമാണ്. ദ സ്റ്റാൻഡേർഡ് ജൂയിഷ് അറബിക് ട്രാൻസ്ലേഷൻ ഓഫ് ദി തോറ വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദി ജൂയിഷ് സ്കോളർ സാദിയ ഗോൺ ബിഫോർ 1000 AD and has been used by Middle Eastern Jews until the present time. ഇതിലും 1000 ക്രിസ്താബ്ദം 1000 എഴുതപ്പെട്ടു എന്ന് കരുതുന്ന യഹൂദ പണ്ഡിതനായിട്ടുള്ള സാദിയ ഗോണിന്റെ തോറയുടെ ട്രാൻസ്ലേഷനിലും അള്ളാഹു എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലുള്ള ട്രാൻസ്ലേഷനിലൊക്കെ തന്നെയും എലോഹീം എന്ന് പറഞ്ഞ പദത്തിനും അതേപോലെ തന്നെ ചതുരാക്ഷരങ്ങൾക്കും എല്ലാം തന്നെ അള്ളാഹു എന്ന് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം ക്രൈസ്തവരോടൊരു ഉപദേശം നൽകുകയാണ്. ആൻഡ് ഇഫ് എ ക്രിസ്ത്യൻ ടെൽസ് എ മുസ്ലിം ദാറ്റ് ഹി ഈസ് വർഷിപ്പിംഗ് ദ മൂൺ റാദർ ദാൻ ദി ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. ഇപ്പൊ ഒരു ക്രിസ്ത്യാനി പോയിട്ട് മുസ്ലിമിനോട് പറയുകയാണ്, നീ പ്രപഞ്ച സൃഷ്ടാവിനെ അല്ല ആരാധിക്കുന്നത്, നീ ഒരു ചന്ദ്രനെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, then the Christian will be viewed as a liar and a blasphemer. അവനെ കാണുക ഒരു കള്ളനായിട്ടും
അതേപോലെ തന്നെ ഒരു ആക്ഷേപം പറയുന്ന ഒരാളായിട്ട് മാത്രമേ ഈ ക്രിസ്ത്യാനി അല്ലെങ്കിൽ മതനിന്ദ നടത്തുന്ന ഒരാളായിട്ട് മാത്രമേ അവർ നിങ്ങളെ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്റെ വാക്കുകൾക്ക് യാതൊരു ക്രെഡിബിലിറ്റി, ഒരു വിലയും ഒരു മുസ്ലിമിന്റെ മുമ്പിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ പൊട്ടവാദങ്ങൾ, ദുർബലമായ വാദങ്ങൾ അവരുടെ മുമ്പിൽ കൊണ്ടുപോകരുത് എന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. അതേപോലെ ബൈബിളിലെ ധാരാളം പരിഭാഷകൾ, ഏതാണ്ട് 210ഓളം വരുന്ന വളരെ പഴക്കം ചെന്നതും മധ്യകാലഘട്ടത്തിലെ ധാരാളം ട്രാൻസ്ലേഷൻ, അത് ഗോസ്പെൽസിന്റെ, അതിൽ ചില ഗോസ്പെൽസ്, ചില സുവിശേഷങ്ങൾ, പലസ്തീനിയൻ ഗോസ്പെൽസ് ഒക്കെ തന്നെയും അത് പ്രവാചകന്റെ കാലഘട്ടത്തിന് മുമ്പുള്ളതാണ് എന്ന് അവർ വിലയിരുത്തുന്നവയാണ്. അതേപോലെ സങ്കീർത്തനങ്ങളിലെ ചില ഭാഗങ്ങൾ, ഇതൊക്കെയും അദ്ദേഹം പഠിച്ച് അദ്ദേഹം ഒരു ടേബിൾ തയ്യാറാക്കി അത് എല്ലാം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് വ്യത്യസ്ത ട്രഡീഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതാണ്, വ്യത്യസ്ത വാക്കുകൾ അവ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനകത്തെല്ലാം തന്നെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പരിഭാഷകളിലും അള്ളാഹു എന്ന് തന്നെയാണ് യഥാർത്ഥ സത്യദൈവത്തിനെ ക്രൈസ്തവർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പുണ്ടായിരുന്ന ക്രൈസ്തവ കവികളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് നബിഗ അൽ ദുബിയാനി എന്ന് പറയുന്ന കവിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, വരികളിൽ ഒക്കെ തന്നെയും അള്ളാഹു എന്ന ദൈവത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നതും ഈ ലേഖനത്തിൽ കാണാം. ഇങ്ങനെ ഒട്ടനവധി തെളിവുകളും ചരിത്ര സത്യങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ചില ആളുകൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ആരോപണങ്ങൾ പ്രവാചകന്റെ ആഗമന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അറബികളുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന് ആര് പറയുന്നു? മുസ്ലിങ്ങൾ പറയുന്നതല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന അറബ് ക്രൈസ്തവർ പറയുന്നു. അവരുടെ ബൈബിൾ ഇന്നും അവർ ആ രീതിയിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. 19 നൂറ്റാണ്ടായിട്ട് അവർ അള്ളാഹു എന്ന് തന്നെ ദൈവത്തെ വിളിക്കുന്നു. ആ ഒരു ദൈവത്തെ ആരാധിക്കാൻ തന്നെയാണ് പ്രവാചകനിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ ആ സമൂഹത്തിനോട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ചില ചർച്ചകൾ അവരാരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിന്റെ മറുപടി ഈ റിക് ബ്രൗണിനെ പോലുള്ള പണ്ഡിതന്മാർ അവരുടെ ലേഖനത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്, ഓരോരോ പോയിന്റായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഇവിടേക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട എന്ന് കരുതി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏവർക്കും സന്മാർഗം കനിഞ്ഞരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തെറ്റിദ്ധാരണ പരത്തുന്ന ഇങ്ങനത്തെ ആളുകളുടെ വാക്കുകൾക്ക് നിങ്ങൾ യാതൊരു വിലയും കൊടുക്കേണ്ടതില്ല. കാരണം ആധികാരിക ക്രൈസ്തവ പണ്ഡിതന്മാരും ബൈബിൾ സൊസൈറ്റികളും വത്തിക്കാനും ഉത്തരവാദിത്തമുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ കുറിച്ചിട്ട് നല്ല വിചാരം മാത്രമാണ് വെച്ച് പുലർത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.